ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ചെലവ് നിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്തെത്തി. പൊതുനിരീക്ഷകർ നാളെ എത്തും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള 8 പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ ലോക്സഭ പിൻവലിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഗൾഫ് മേഖലയിൽ കഴിയുന്ന ഇന്ത്യൻ നാവികർ സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ അളവിൽ ലഭ്യമാണെന്ന് പെട്രോളിയം മന്ത്രാലയം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ തെളിവില്ലെന്ന വിചാരണ കോടതി പരാമർശങ്ങൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സ്വർണ്ണവില ഉയർന്ന് പവന് 1,16,320 രൂപയായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസ് ഇന്ന് 55 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. കെ മുരളീധരൻ വട്ടിയൂർക്കാവിലും വി ഡി സതീശൻ പറവൂരിലും രമേശ് ചെന്നിത്തല ഹരിപ്പാടും ജനവിധി തേടും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും സണ്ണി ജോസഫ് പേരാവൂരിലും ഐഷ പോറ്റി കൊട്ടാരക്കരയിലും രമേശ് പിഷാരടി പാലക്കാടും മത്സരിക്കും. ബിന്ദു കൃഷ്ണ കൊല്ലത്തും വി ടി ബൽറാം തൃത്താലയിലും പി സി വിഷ്ണുനാഥ് കുണ്ടറയിലും മത്സരിക്കും. പാലക്കാട് തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലൊഴികെ എല്ലാ സിറ്റിംഗ് എംഎൽഎമാരും മത്സരരംഗത്തുണ്ട്. മുസ്ലിം ലീഗ് ഇന്ന് 25 സ്ഥാനാർത്ഥികളുടെ പട്ടികയും പുറത്തിറക്കി. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തു നിന്നും, കെ എം ഷാജി വേങ്ങരയിൽ നിന്നും, ഫാത്തിമ തെഹ്ലിയ പേരാമ്പ്രയിൽ നിന്നും ജനവിധി തേടും. മങ്കടയിൽ മഞ്ഞളാംകുഴി അലിയും, മണ്ണാർക്കാട് എൻ ഷംസുദ്ദീനും, ഏറനാട് പി കെ ബഷീറും, കൊടുവള്ളിയിൽ പി കെ ഫിറോസും, പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരവും, കൂത്തുപറമ്പിൽ ജയന്തി രാജനും മത്സരിക്കും. പുനലൂർ, ചേലക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. കേരള കോൺഗ്രസും 8 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫും, ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനും, തിരുവല്ലയിൽ വർഗീസ് മാമ്മനും ജനവിധി തേടും. NDA ഘടകകക്ഷിയായ 2020 ഇന്ന് തൃപ്പൂണിത്തുറ, ഏറ്റുമാനൂർ തുടങ്ങി വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏറ്റുമാനൂരിൽ വീണ നായരും, പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയയും, കൊടുങ്ങല്ലൂരിൽ വർഗീസ് ജോർജുമാണ് 2020 സ്ഥാനാർത്ഥികൾ. CPIM 81 പേരുടെയും CPI 25 പേരുടെയും BJP 47 സ്ഥാനാർത്ഥികളുടെയും പട്ടിക കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയിരുന്നു. കേരള കോൺഗ്രസ് M, NCP, BDJS ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. ഈ മാസം 23 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട്. കേരളം, പുതുച്ചേരി, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കുമായി 1111 നിരീക്ഷകരെ വിന്യസിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 557 പൊതുനിരീക്ഷകരെയും 188 പോലീസ് ഒബ്സർവർമാരെയും 366 ചെലവ് നിരീക്ഷകരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൽ 40 പൊതുനിരീക്ഷകരെയും 17 പോലീസ് ഒബ്സർവർമാരെയും 40 ചെലവ് നിരീക്ഷകരെയുമാണ് വിന്യസിച്ചിട്ടുള്ളത്. ചെലവ് നിരീക്ഷകർ സംസ്ഥാനത്ത് ഇന്നെത്തി. പൊതുനിരീക്ഷകർ നാളെയാണ് എത്തിച്ചേരുക. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രചാരണ സാമഗ്രികൾ ഉപയോഗിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ, വീഡിയോ, ഓഡിയോ എന്നിവയിൽ AI ഉപയോഗിച്ച് നിർമ്മിച്ചത് എന്ന കൃത്യമായ ലേബൽ ഉണ്ടായിരിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള കർശനമായ നിർദ്ദേശം. ദൃശ്യമായ സ്ഥലത്തിന്റെ 10% വരുന്ന രീതിയിലായിരിക്കണം ഇക്കാര്യം വ്യക്തമാക്കേണ്ടത്. ആരുടെയെങ്കിലും വ്യക്തിത്വമോ ശബ്ദമോ രൂപമോ അവരുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കരുതെന്നും വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൃത്രിമമായി നിർമ്മിച്ച ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ പേരും പ്രാധാന്യത്തോടെ വെളിപ്പെടുത്തണം എന്നും നിർദ്ദേശമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയ സുഗമമാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർഡർ സോഫ്റ്റ്വെയർ സജ്ജീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെയാണ് ഓർഡർ സോഫ്റ്റ്വെയറിൽ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലെ സ്ഥാപന മേധാവികൾക്ക് ലഭ്യമാക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്ഥാപന മേധാവികൾ ജീവനക്കാരുടെ വിവരങ്ങൾ ഓർഡർ വെബ് പേജിൽ നൽകണം. order.co.kerala.gov.in എന്ന വെബ്സൈറ്റിന്റെ ഹോം പേജിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ മെനു ഉപയോഗിച്ച് കാര്യാലയങ്ങൾ സ്വയം രജിസ്ട്രേഷൻ നടത്തേണ്ടതും ജീവനക്കാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതുമാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടർന്നു. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രാജ്യസഭയിൽ മറുപടി നൽകി. റെയിൽവേ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ധനാഭ്യർത്ഥനകളിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച നടന്നു. ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള 8 പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ ലോക്സഭ പിൻവലിച്ചു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയിൽ അവതരിപ്പിച്ച പ്രമേയം ശബ്ദവോട്ടോടെ സഭ അംഗീകരിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 2 എംപിമാർ കൂടാതെ കോൺഗ്രസ് എംപിമാരായ മാണിക്യം ടാഗോർ, ഗുർജിത് സിംഗ് ഔജ്ല, അമരീന്ദർ സിംഗ്, പ്രശാന്ത് പടോലെ, കിരൺ കുമാർ റെഡ്ഡി, CPIM MP എസ് വെങ്കിടേഷ് എന്നിവരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിൽ തുടരുന്ന ഇന്ത്യൻ കപ്പലുകളും നാവികരും സുരക്ഷിതരാണെന്ന് തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 161 നാവികരെ ഇവിടെ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചതായും ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു. LPGയുമായി ഹോർമുസ് കടലിടുക്ക് കടന്നെത്തിയ ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകളിൽ നിന്ന് ഇന്ധനമിറക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ അളവിൽ ലഭ്യമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. വാണിജ്യ LPG ഉപഭോക്താക്കളെ പൈപ്പിലൂടെ വിതരണം ചെയ്യുന്ന പ്രകൃതിവാതകത്തിലേക്ക് മാറാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ നടത്തിവരുന്നതായും ശ്രീമതി സുജാത ശർമ്മ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. Crude availability is normal. Our refinery is operating at the highest level. There is no shortage at retail outlets. Petrol and diesel are available in sufficient quantities. Regarding natural gas, the government is making efforts to ensure that commercial LPG consumers shift to PNG as this would be beneficial. ബസ്ര തീരത്ത് ആക്രമിക്കപ്പെട്ട US ഓയിൽ ടാങ്കർ സേഫ് സി വിഷ്ണുവിലെ 15 ഇന്ത്യൻ ജീവനക്കാരെ എത്രയും വേഗം മടക്കിയെത്തിക്കാൻ നടപടി സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലും ഖത്തർ തലസ്ഥാനമായ ദോഹയിലും ഇന്ന് വ്യോമാക്രമണങ്ങളുണ്ടായി. ബാഗ്ദാദിലെ US എംബസി ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ദോഹ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട 14 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതായി ഖത്തർ അറിയിച്ചു. UAEയിലും അതീവ ജാഗ്രത തുടരുകയാണ്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ തെളിവില്ലെന്ന വിചാരണ കോടതി പരാമർശങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന അപ്പീലും ഹൈക്കോടതി പരിഗണിച്ചു. SITയുടെ അപ്പീലിൽ തന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ കുറ്റക്കാരനാണെന്ന തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി മരവിപ്പിക്കണമെന്ന മുൻ MLA ആന്റണി രാജുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ആന്റണി രാജുവിന്റെ അയോഗ്യത തുടരും. ജസ്റ്റിസ് C ജയചന്ദ്രനാണ് ഹർജി പരിഗണിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 568 പോയിന്റ് വർദ്ധിച്ച് 76,071-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 172 പോയിന്റ് നേട്ടത്തിൽ 23,581-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 880 രൂപ വർദ്ധിച്ച് 1,16,320 രൂപയും ഗ്രാമിന് 14,540 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കേരള വാട്ടർ അതോറിറ്റിയുടെ തിരുവനന്തപുരം കുണ്ടമൺകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. വാട്ടർ അതോറിറ്റിയുടെ തിരുമല കരമന സെക്ഷനുകളുടെ പരിധിയിൽ വരുന്ന വിവിധ പ്രദേശങ്ങളിലുള്ള ഉപഭോക്താക്കൾ നാളെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ചെലവ് നിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്തെത്തി. പൊതുനിരീക്ഷകർ നാളെ എത്തും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള 8 പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷൻ ലോക്സഭ പിൻവലിച്ചു.
പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഗൾഫ് മേഖലയിൽ കഴിയുന്ന ഇന്ത്യൻ നാവികർ സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ അളവിൽ ലഭ്യമാണെന്ന് പെട്രോളിയം മന്ത്രാലയം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ തെളിവില്ലെന്ന വിചാരണ കോടതി പരാമർശങ്ങൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സ്വർണ്ണവില ഉയർന്ന് പവന് 1,16,320 രൂപയായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.